ഇന്ത്യ ഉയർച്ചയുടെ കൊടുമുടി കയറുകയാണ്. ഇന്ത്യയെ തൊടാൻ ലോക ശക്തികൾ പോലും ഭയക്കുന്ന കാലമാണ് ഇപ്പോൾ. കാരണം ഇന്ത്യയുടെ പ്രതിരോധ സേനയുടെ ശക്തി അത്രത്തോളം വളർച്ച ആർജിച്ചതുകൊണ്ട് തന്നെയാണ്. ഇതൊന്നും വെറുതെ പറയുന്നതല്ല. വാർത്ത വിശദമാക്കാം. പ്രിയ പ്രേക്ഷകർക്ക് പേജ് റോഡിലേക്ക് സ്വാഗതം. ലക്നൌവിലെ സരോജിനി നഗറിൽ പുതിയതായി പ്രവർത്തനം ആരംഭിച്ച കേന്ദ്രത്തിൽ നിർമ്മിച്ച നമ്മുടെ ബ്രഹ്മോസ് സൂപ്പർസോണിക് മിസൈലുകളുടെ ആദ്യ ബാച്ച് പുറത്തിറങ്ങിയിരിക്കുകയാണ്. രാജ്യത്തിന് ഇത് അഭിമാന നിമിഷം. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും ചേർന്നാണ് ബ്രഹ്മോസിനെ ഫ്ലാഗ് ഓഫ് ചെയ്ത് രാജ്യത്തിന് സമർപ്പിച്ചിരിക്കുന്നത്. 2025 മെയ് 11 ലക്നൌവിലെ ബ്രഹ്മോസ് എയറോസ്പേസ് ഇന്റഗ്രേഷൻ ആൻഡ് ടെസ്റ്റ് ഫെസിലിറ്റി രാജ്യത്തിന് സമർപ്പിച്ചത്. അന്നു മുതൽ ഇതിന്റെ പൂർണ്ണ തോതിലുള്ള പ്രവർത്തനവും ആരംഭിച്ചിരുന്നു. ഈ യൂണിറ്റിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. അസംബ്ലി മുതൽ അന്തിമ വിന്യാസ തയ്യാറെടുപ്പ് വരെയുള്ള മുഴുവൻ പ്രക്രിയയും ഇതിന് കൈകാര്യം ചെയ്യാൻ കഴിയുമെന്നതാണ്. അതുപോലെ തന്നെ ഉത്തർപ്രദേശ് ഡിഫൻസ് ഇൻഡസ്ട്രിയൽ കൊറിഡോറിലെ ആദ്യത്തെ സമ്പൂർണ്ണ തദ്ദേശീയ മിസൈൽ നിർമ്മാണ സൗകര്യം കൂടിയാണ് ഈ അത്യാധുനിക യൂണിറ്റ്. മിസൈൽ സംയോജനം, കർശനമായ പരീക്ഷണ പ്രോട്ടോകോളുകൾ, അന്തിമ ഗുണനിലവാര ഉറപ്പ് പരിശോധനകൾ എന്നിവയ്ക്കായുള്ള സമഗ്രമായ ആധുനിക അടിസ്ഥാന സൗകര്യങ്ങൾ ലക്നൌവിലെ ഈ യൂണിറ്റിലുണ്ട്. ഈ സൗകര്യത്തിൽ നിർമ്മിക്കുന്ന എല്ലാ മിസൈലുകളും ഇന്ത്യൻ സായുധ സേനയുടെ വിന്യാസത്തിനായി സാക്ഷ്യപ്പെടുത്തുന്നതിന് മുൻപ് വിപുലമായ പരിശോധനാ നടപടിക്രമങ്ങൾക്ക് വിധേയമാക്കുകയും ഉയർന്ന സാങ്കേതിക മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുകയും ചെയ്യും. മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കാതെ സ്വന്തമായി നമ്മുടെ നാട്ടിൽ തന്നെ ഇതുപോലുള്ള നിർമ്മാണ കേന്ദ്രങ്ങൾ വരുമ്പോൾ ഒട്ടനവധി ജോലി സാധ്യതകളാണ് സൃഷ്ടിക്കപ്പെടുന്നത്. അതും ഒരു വലിയ നേട്ടം തന്നെയാണ്. മെയ്ക്ക് ഇൻ ഇന്ത്യ, മെയ്ക്ക് ഫോർ ദി വേൾഡ് സംരംഭത്തിൽ ഇന്ത്യയുടെ സ്ഥാനം ഈ നിർമ്മാണ കേന്ദ്രം ശക്തിപ്പെടുത്തുമെന്നത് നിസ്സംശയം പറയാൻ സാധിക്കും. ഓരോ ദിവസവും ഇന്ത്യയുടെ ഉയർച്ചയെക്കുറിച്ചുള്ള വാർത്തകളാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട പ്രിയ പ്രേക്ഷകരുടെ വിലയേറെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം താഴെ കമന്റിലൂടെ.